രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയം 1941 ഡിസംബർ 7-ന് ഹവായിയിലെ പേൾ ഹാർബറിലെ നാവിക താവളം ജപ്പാൻ ആക്രമിച്ചതോടെ അതുവരെ നേരിട്ട യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന അമേരിക്ക ജപ്പാന് നേരെ തിരിഞ്ഞു. തുടർന്ന് ജപ്പാനെതിരെ അമേരിക്ക യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. വർഷങ്ങൾ നീണ്ട ഈ യുദ്ധം ഇരു രാജ്യങ്ങൾക്കും വൻ നാശനഷ്ടം വിതച്ചു. ജപ്പാനായിരുന്നു കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നത്. നിരവധി ബോംബാക്രമണങ്ങൾക്കും ജപ്പാൻ ഇരയായി. പലതവണ അമേരിക്ക ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ജപ്പാനിലെ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിരുന്നു പിന്നീട് ലോകം കണ്ടത്. ഇത്രയും കാലം നീണ്ടുനിന്ന ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചു. അതിനുള്ള ഏറ്റവും നല്ല മാർഗമായി അവർ കണ്ടത് അവരുടെ പക്കലുള്ള ആണവായുധമായിരുന്നു. താരതമ്യേന ചെറിയ നഗരങ്ങളായ ഹിരോഷിമ, കുക്കുറ, നാഗസാക്കി, നിഗാറ്റ എന്നിവയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ. 1945 ഓഗസ്റ്റ് 6-ന് ലിറ്റിൽ ബോയ് എന്ന 15 കിലോ ടൺ TNTക്ക് സമാനമായ പ്രഹരശേഷിയുള്ള ആറ്റം ബോംബ് ഹിരോഷിമ എന്ന നഗരത്തെ ഭസ്മമാക്കി കളഞ്ഞു. 1,40,000 മനുഷ്യജീവനുകളായിരുന്നു കുരുതിയായത്. തുടർന്ന് ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന ബോംബും വർഷിച്ചു. ഇതിന് ലിറ്റിൽ ബോയിയേക്കാൾ പ്രഹരശേഷി ഉണ്ടായിരുന്നെങ്കിലും മരണസംഖ്യ 74,000 കുറഞ്ഞു. ഇതോടെ ജപ്പാൻ കീഴടങ്ങുകയും മഹായുദ്ധത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു. ഇന്നും നമ്മൾ ഓഗസ്റ്റ് 6-നെ ഹിരോഷിമ ദിനമായി ആചരിക്കുന്നു.